ഹായ് ഫ്രണ്ട്സ്, ഇതെൻ്റെ 10ാമത്തെ ക്ലാസ്സാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ്സ് നൺ അതർ ദാൻ സ്റ്റോക്ക് മാർക്കറ്റ്. മെയിനായിട്ട് എൻ്റെ ചാനൽ ഫോക്കസ് ചെയ്യുന്നത് കൊമേഴ്സ് സ്റ്റുഡൻസിനെയാണ്. എങ്കിൽ കൂടി ഈ ഒരു ക്ലാസ് ഇൻകം കയ്യിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിനോട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള അത്യാവശ്യം തിങ്കിങ് കപ്പാസിറ്റി ഉള്ള ഏതൊരാൾക്കും ഇറങ്ങാവുന്ന മേഖലയാണ് സ്റ്റോക്ക് മാർക്കറ്റ്. അപ്പോൾ എല്ലാവരും കേൾക്കണം. ക്ലാസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ലാസ്റ്റ് ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ക്യാപിറ്റൽ മാർക്കറ്റിൻ്റെ ഒരു കോമ്പണൻ്റ് ആയിട്ടുള്ള പ്രൈമറി മാർക്കറ്റിനെ കുറിച്ചായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പ്രൈമറി മാർക്കറ്റ് എന്നുള്ള മാർക്കറ്റ് ന്യൂ കമ്പനീസോ എക്സിസ്റ്റിംഗ് കമ്പനീസോ ആദ്യമായിട്ട് അവരുടെ ഷെയർസ് ഇഷ്യൂ ചെയ്യുന്നതാണ്. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്കൻഡറി മാർക്കറ്റിനെ കുറിച്ചിട്ടാണ്. ബിഫോർ ഗോയിങ് ടു ദാറ്റ്, once again, I request you all to subscribe my channel. It's me, Salma Finoj. Welcome you one and all. സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ഈ ടോപ്പിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വിത്ത് ദ ഹെൽപ്പ് ഓഫ് 6 Ws ആൻഡ് ഹൗ. 6 W എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗും ഹൗ എന്നുള്ള ക്വസ്റ്റ്യൻ ടാഗും യൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് മുന്നോട്ട് പോവുക. ചെറുപ്പം തൊട്ടേ നമ്മൾ എല്ലാവരും കേൾക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാട്ട്, എന്ത്, വെൻ, എപ്പോൾ, വേർ എവിടെ, വിച്ച് ഏത്, വൈ എന്തുകൊണ്ട്, ഹു ആര്, ഹൗ എങ്ങനെ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ടാഗ്സ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ക്ലാസ് പോവുകയാണ്. ആദ്യമായിട്ട് വാട്ട്, എന്ത്. ഓക്കെ, വാട്ട് ഈസ് സ്റ്റോക്ക് മാർക്കറ്റ്? എന്താണ് സ്റ്റോക്ക് മാർക്കറ്റ്? Stock market refers to all the companies that list their shares for the public investors to buy. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള എല്ലാ കമ്പനീസും അവരുടെ സെക്യൂരിറ്റീസ് പബ്ലിക് ഇൻവെസ്റ്റേഴ്സ് വാങ്ങിക്കുന്നതിനായി സംഘടിക്കുന്നതിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അനദർ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് സെക്കൻഡറി മാർക്കറ്റ്? ഈസ് സെക്കൻഡറി മാർക്കറ്റ് ആൻഡ് സ്റ്റോക്ക് മാർക്കറ്റ് ഈസ് സെയിം? യെസ്, both were same. Secondary market deals with already issued securities from primary market for the investors to buy and sell. പ്രൈമറി മാർക്കറ്റിൽ ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുള്ള സെക്യൂരിറ്റീസ് വീണ്ടും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള മാർക്കറ്റിനെയാണ് നമ്മൾ സെക്കൻഡറി മാർക്കറ്റ് എന്ന് പറയുന്നത്. ഈ സെക്കൻഡറി മാർക്കറ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള പേരിലും അറിയപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, വാട്ട് ഈസ് സ്റ്റോക്ക് എക്സ്ചേഞ്ച്? സ്റ്റോക്ക് മാർക്കറ്റ് ഒരു ബ്രോഡർ കോൺസെപ്റ്റാണ്. പക്ഷേ ആ ബ്രോഡർ കോൺസെപ്റ്റിൽ വരുന്ന ഒരു ഇൻറ്റിഗ്രൽ കോൺസെപ്റ്റാണ് ഏത്? സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് എ ഫോർമൽ ഓർഗനൈസേഷൻ ഓർ അതർവൈസ് ഇറ്റ് ഫെസിലിറ്റേറ്റ് ദ ഇൻഫ്രാസ്ട്രക്ചർ ദാറ്റ് ഫെസിലിറ്റേറ്റ് ദ സച്ച് ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഷെയർസ് വാങ്ങുന്നതിനും വിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം പോലെയാണ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കണക്കാക്കുന്നത്. മെയിനായിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് 2 എണ്ണമാണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ NSE. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വെൻ. എപ്പോഴാണ് സ്റ്റോക്ക് മാർക്കറ്റ് നിലവിൽ വന്നത്? നമുക്ക് ജസ്റ്റ് ഒരു ഹിസ്റ്ററി പറയുന്നത് പോലെ പറഞ്ഞു നോക്കാം. 18ാം നൂറ്റാണ്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനീസ് ആദ്യമായി ലോൺസ് ആൻഡ് സെക്യൂരിറ്റീസ് ട്രേഡിംഗ് തുടങ്ങി. 1830 ആയപ്പോഴേക്കും കോർപ്പറേറ്റ് ഷെയർസ് ട്രേഡ് ചെയ്യുന്നതിലേക്ക് നീങ്ങി. വളരെ ഇൻഫോർമലായിട്ട് ലളിതമായിട്ട് തുടങ്ങിയ സംരംഭം 1850 ആയപ്പോഴേക്കും 22 സ്റ്റോക്ക് ബ്രോക്കേഴ്സിലേക്ക് എത്തി. ആൻഡ് ദ വാസ് സിറ്റിംഗ് ദി ഓപ്പോസിറ്റ് ഓഫ് ടൗൺ ഹാൾ ഓഫ് ബോംബെ അണ്ടർ എ ബനിയൻ ട്രീ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബനിയൻ ട്രീ ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ട്രീ. അതുപോലെ തന്നെ അവരുടെ സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തു. അവർ ഇരുന്നിരുന്നത് ബനിയൻ ട്രീയുടെ അണ്ടറിലായിരുന്നു. ആ സ്ഥലം ഇന്നറിയപ്പെടുന്നത് ഹോർണിമോൺ സർക്കിൾ എന്നാണ്. ആ പ്ലേസിൽ നിന്ന് അവർ ഷിഫ്റ്റ് ചെയ്തത് വേറൊരു ബനിയൻ ട്രീയുടെ അണ്ടറിലേക്കാണ്. ആൻഡ് ഇറ്റ് ഈസ് ഇൻ മെഡോ സ്ട്രീറ്റ് ജംഗ്ഷൻ അറ്റ് ബോംബെ. ബോംബെയിലുള്ള മെഡോ സ്ട്രീറ്റ് ജംഗ്ഷനിലേക്കാണ് നീങ്ങിയത്. ഇന്നത് അറിയപ്പെടുന്നത് മഹാത്മാഗാന്ധി റോഡ് എന്നാണ്. വീണ്ടും സ്റ്റോക്ക് ബ്രോക്കേഴ്സിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്തതിനനുസരിച്ച് ആ പരിമിതി പോരാ എന്ന് തോന്നിയത് കൊണ്ട് അവർ വീണ്ടും ഷിഫ്റ്റ് ചെയ്തു ആൻഡ് മൂവ് ടു ദലാൽ സ്ട്രീറ്റ്
ഓൺ 1874. 1874 ആയപ്പോഴേക്കും ഫൈനലി അവർ ദലാൽ സ്ട്രീറ്റിലെത്തി. അവരുടെ ആ ഒരു ഇൻഫോർമൽ ഗ്രൂപ്പ് അന്ന് അറിയപ്പെട്ടിരുന്നത് നേറ്റീവ് ഷെയർസ് ആൻഡ് സ്റ്റോക്ക് ബ്രോക്കേഴ്സ് അസോസിയേഷൻ എന്നുള്ള പേരിലായിരുന്നു. പിന്നീട് അത് 1875 ആയപ്പോഴേക്കും ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ BSE എന്നുള്ള പേരിൽ അറിയപ്പെട്ട് തുടങ്ങി. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഓൾഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഏഷ്യ. First to be granted permanent recognition from Securities Contract Regulation Act 1956. Securities Contract Regulation Act 1956 പ്രകാരം ആദ്യമായിട്ടൊരു പെർമനൻറ്റ് റെക്കഗ്നിഷൻ കിട്ടിയിട്ടുള്ള ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. വേൾഡിൽ 11ാമത്തെ പൊസിഷനിലാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇരിക്കുന്നത്. നിലവിൽ 5500 കമ്പനീസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നെക്സ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്നറിയപ്പെടുന്നത് NSE ആണ്. ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ വോളിയൂം ഓഫ് ട്രേഡിംഗ് ഒരുപാട് കൂടി, പക്ഷേ അവരുടെ ട്രാൻസ്പാരൻസി ലെവൽ ലോവർ ആയിട്ട് വന്നു. ആൻഡ് ഓൺ ദ സെയിം വേ സെറ്റിൽമെൻറ്റ് സിസ്റ്റത്തിന് ഒരു അൺക്ലാരിറ്റി വന്നു. ഇതിനെല്ലാം കടിഞ്ഞാണിടാൻ വേണ്ടി 1992 സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വന്നു. സോ മെനി റൂൾസ്, റെഗുലേഷൻസ് ആൻഡ് പോളിസീസ് ഇമ്പോസ്ഡ് ബൈ സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അഗേൻസ്റ്റ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അതുപോലെ തന്നെ 1992 ഹർഷദ് മെഹ്ത്ത സ്കാം സംഭവിച്ചത്. അപ്പോൾ വളരെയധികം പ്രഷറായി വേറെ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് കൂടി നമുക്ക് വേണം എന്നുള്ളത്. അതിനോടനുബന്ധിച്ചിട്ടാണ് NSE നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് നവംബർ 1992 നിലവിൽ വന്നത്. ഇന്ന് 1952ഓളം കമ്പനീസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അവരുടെ സെക്യൂരിറ്റീസ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് കമ്പയർ ടു ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനെ കമ്പയർ ചെയ്യുമ്പോൾ വോളിയൂം ഓഫ് ട്രേഡിങ്ങിൽ ഒരുപാട് മുന്നിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആദ്യമായി ദ ഫസ്റ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വിച്ച് ട്രേഡ് ദെയർ സെക്യൂരിറ്റീസ് ഇലക്ട്രോണിക് ബേസിസിലുള്ള ഒരു ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ആയിരുന്നു നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ. വേൾഡിൽ വെച്ച് 11ാമത്തെ പൊസിഷനാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേർ ഷുഡ് യു ഇൻവെസ്റ്റ് എയ്തർ ഓൺ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓർ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്? ഇപ്പോൾ നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടാകാം, ഏത് എക്സ്ചേഞ്ചിലാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ കൂടുതൽ നല്ലത്, NSE ആണോ BSE ആണോ? ഏകദേശം 2000 കമ്പനീസ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഓൺ ദ സെയിം വേ 5500ഓളം കമ്പനീസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏത് എക്സ്ചേഞ്ചിൽ എന്നുള്ളതിലല്ല, സ്റ്റോക്ക് ഫോർ ഇൻവെസ്റ്റ്മെൻറ്റ് നിങ്ങൾ ഏത് ഓപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം. ഈ ഒരു ക്ലാസ്, സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടി ഞാൻ ഒരുപാട് ഹോംവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ആർട്ടിക്കിൾ വായിച്ചു, അതിലൊരു സ്റ്റോറി ഉണ്ടായിരുന്നു. ഇറ്റ്സ് വെരി ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഐ എം ഗോയിങ് ടു ഷെയർ വിത്ത് യു. ഒരു ബലൂൺ വിൽപ്പനക്കാരൻ ഗ്രാമങ്ങൾ തോറും ഹീലിയം ബലൂൺസ് വിൽക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ജോലി. സെയിൽസ് കുറഞ്ഞു എന്ന് തോന്നുമ്പോൾ ഒരു ബലൂൺ റിലീസ് ചെയ്യും. അപ്പോൾ അത് പറന്നുയരും. അത് കാണുമ്പോൾ ആ ഗ്രാമത്തിലുള്ള കുട്ടികളെല്ലാം വന്ന് ബലൂൺ വാങ്ങിക്കും. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ സെയിൽസ് ഡൗൺ ആവുമ്പോൾ അത് ഇൻക്രീസ് ചെയ്തിരുന്നത്. ഒരിക്കലും ഒരു കൊച്ചു പയ്യൻ ചോദിച്ചു, ഒരു കറുപ്പ് ബലൂണാണ് റിലീസ് ചെയ്യുന്നതെങ്കിൽ അത് പറന്നുയരുമോ എന്ന്. അദ്ദേഹം പറഞ്ഞു, മകനെ, ബലൂണിൻ്റെ കളറിലല്ല കാര്യം, അതിനുള്ളിൽ എന്താണ് എന്നുള്ളതിലാണ് കാര്യം. അതുതന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. സ്റ്റോക്ക് എക്സ്ചേഞ്ച് അത് NSE ആണോ BSE ആണോ എന്നുള്ളതിലെല്ലാം കാര്യം അതിനുള്ളിൽ നിന്ന് നിങ്ങൾ ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റോക്ക്, അതിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. നിങ്ങൾക്കറിയാം, വോളിയൂം ഓഫ് ട്രേഡിങ്ങിൽ ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിനേക്കാളും മുൻപിലാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. ആൻഡ് ദാറ്റ് ഈസ് ഗുഡ്. ആൻഡ് ഓൺ ദ സെയിം വേ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇല്ലാത്ത കമ്പനീസ് കൂടി, ജസ്റ്റ് ലൈക്ക് ക്ലാരിസ് ലൈഫ് സയൻസസ് ആൻഡ് സ്പൈസ് ജെറ്റ്, അവരൊക്കെ എവിടെയാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്? അവരുടെ സെക്യൂരിറ്റീസ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. സോ ദാറ്റ് ഈസ് ഓൾസോ ഗുഡ്. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ അതിനേക്കാൾ ഉപരി അതിലുള്ള സ്റ്റോക്കിനാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്? ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്കിനാണ് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. ആ കമ്പനീൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഒരു ഇൻകം ബാക്കപ്പ്, അതൊക്കെയാണ് നിങ്ങൾ കൂടുതലായിട്ട് ചെക്ക് ചെയ്യേണ്ടത്.
വിച്ച് ഏത്, വിച്ച് ഷെയർസ് ഈസ് ബെസ്റ്റ് ടു ബൈ ടുഡേ ഇൻ ഇന്ത്യ, ഇന്ത്യയിൽ ഇന്ന് വാങ്ങിക്കാൻ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല ഷെയർസ് ആരുടേതാണ്. ഇന്നത് ഇതാണ് എന്ന് തർപ്പിച്ച് പറയാൻ കഴിയൂല. അതിന് ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഇൻവെസ്റ്റേഴ്സ് ടേസ്റ്റ്, ഇൻട്രസ്റ്റ് ആൻഡ് ദ ഫോക്കസിങ്. ചില ഇൻവെസ്റ്റേഴ്സ് ലോങ് റണ്ണിനായിരിക്കും ബിസിനസ് സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ചില ഇൻവെസ്റ്റേഴ്സ് ഷോർട്ട് റൺ പീരീഡിനായിരിക്കും. അതർവൈസ് സ്പെക്കുലേറ്റേഴ്സിനെ പോലെ ഡേ ടു ഡേ സ്റ്റോക്ക് മാർക്കറ്റിൽ എൻഗേജ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരും ഉണ്ടാകും. അപ്പോൾ നമ്മളുടെ ചോയ്സ്, നമ്മളുടെ ഒരു ഇൻട്രസ്റ്റിനനുസരിച്ചാണ് നമ്മൾ സ്റ്റോക്ക് സെലക്ട് ചെയ്യുക അല്ലെങ്കിൽ ഓപ്റ്റ് ചെയ്യുക. മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ്റെ ബേസ് ചെയ്തിട്ട്, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ പറഞ്ഞാൽ എന്താണ്, ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് ഇൻറ്റു നമ്പർ ഓഫ് ഷെയർസ് ഔട്ട്സ്റ്റാൻഡിങ് ആണ് നമുക്ക് എന്ത് കിട്ടുക, മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കിട്ടുക. ആ ഒരു ബേസിസിൽ ഇന്ന് റൂൾ ചെയ്യുന്ന ചില കമ്പനീസിൻ്റെ പേര് ഞാൻ പറയാം. ജസ്റ്റ് ലൈക്ക് TCS, റിലയൻസ്, HDFC എക്സെട്ര എക്സെട്ര. ആൻഡ് ഓൺ ദ സെയിം വേ ബെസ്റ്റ് സ്റ്റോക്ക് പറയുകയാണെങ്കിൽ സിപ്ല, ഹിന്ദുസ്ഥാൻ ലിവർ, ദെൻ അൾട്രാടെക് സിമെൻറ്റ്സ്, ആ കമ്പനീസിൻ്റെയും ഷെയർസ് ദാറ്റ്സ് ഗുഡ്. അപ്പോൾ പല കമ്പനീസിനും അവരുടേതായിട്ടുള്ള അഡ്വാൻറ്റേജസ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ സെക്യൂരിറ്റീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഏതാണോ ബെസ്റ്റ്, നമുക്ക് ഏത് ഓപ്റ്റ് ചെയ്താലാണോ ഇറ്റ്സ് മോർ കംഫർട്ടബിൾ ഓർ മോർ കൺവീനിയൻറ്റ് ഓർ മോർ ഇൻകം ഗെയിനിങ് ടു അസ്, അത് നമ്മൾ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാണ് ഒരു സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് ഓപ്റ്റ് ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പോൾ ജസ്റ്റ് നിങ്ങൾ ഒരു ബജാജ് കമ്പനിയുടെ ഒരു ഷെയർ പ്രൈസ് കാണാണ്, അത് വളരെ കുറവായിരിക്കും വൈൽ കമ്പയറിങ് ടു ഏക്കർ മോട്ടോഴ്സ് എന്ന് കരുതിയിട്ട് ഏക്കർ മോട്ടോഴ്സിൻ്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷനാണ് കൂടുതലെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ബജാജ് കമ്പനീസിൻ്റെ ഔട്ട്സ്റ്റാൻഡിങ് ഷെയർസ് ഈസ് വെരി ഹയർ, വളരെ കൂടുതലായിരിക്കും വൈൽ കമ്പയറിങ് ടു ഏക്കർ മോട്ടോഴ്സ്. അപ്പോൾ ഒരു മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ നോക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കമ്പനിയുടെ ഷെയർ പ്രൈസ് മാത്രമല്ല, എത്ര ഷെയർസ് അവർക്കുണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഒരു റിട്ടേൺ ആയിരിക്കും ആർക്ക് കിട്ടുക, നമ്മളുടെ ഇൻവെസ്റ്റേഴ്സിന് വരിക. സോ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ച് വേണം എന്ത് ചെയ്യാൻ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. നെക്സ്റ്റ്, വൈ, എന്തുകൊണ്ട്. ഈ വൈ എന്നുള്ള ചോദ്യം കേൾക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് എൻ്റെ ഗുരുനാഥനായ മുരളി സാറിനെയാണ്. സാർ ഏത് ടോപ്പിക് എടുത്തു കഴിഞ്ഞാലും ആ ടോപ്പിക്കിൻ്റെ അപ്പുറത്ത് വൈ എന്നുള്ള ചോദ്യം ചോദിക്കും. എനിക്ക് തോന്നുന്നു വാട്ട്, വെൻ, വേർ എന്നുള്ള ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ ഈസി ആയിരിക്കും. സംതിങ് ഡിഫിക്കൾട്ട് ടു വൈ. എന്തുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ത്യയിൽ? സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഒരുപാട് ഡെവലപ്മെൻ്റ് ആണ് നമ്മുടെ നാഷനുണ്ടാവുന്നത്. കാരണം ഓരോ പേഴ്സണിൻ്റെ കയ്യിലും ഇൻകം ഉണ്ടാവും. അത് അവരവരുടെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണെങ്കിൽ ഇറ്റ്സ് നോട്ട് ബെനിഫിറ്റ് ടു എനി വൺ. അതിന് പകരം ആ ഒരു ഇൻകം അവർ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ആ ഒരു എമൗണ്ട് വെച്ചിട്ടാണ്, ആ ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ബാക്കിയുള്ള കോർപ്പറേറ്റ് കമ്പനീസ്, ഗവൺമെൻറ്, സെമി ഗവൺമെൻറ് ബോഡീസൊക്കെ അവരുടെ ആക്ടിവിറ്റീസ് റൺ ചെയ്യുന്നത്. അതിൽ നിന്ന് അവരെന്ത് ചെയ്യുന്നു, കൂടുതൽ പ്രോഫിറ്റ് ഗെയിൻ ചെയ്യുന്നു. അതിൻ്റെ ഒരു ഭാഗം ആർക്ക് കൂടി കൊടുക്കുന്നു, ഈ ഇൻവെസ്റ്റേഴ്സിന് കൂടി കൊടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ വൈ എന്നുള്ള ചോദ്യത്തിൽ നിന്ന് വാട്ട് ഇസ് ദ ഫങ്ഷൻസ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഈസ് ക്യാപിറ്റൽ ഫോർമേഷൻ. ഫണ്ട് രൂപീകരണമാണ് മെയിനായിട്ട് സ്റ്റോക്ക് മാർക്കറ്റ് വഴി നടക്കുന്നത്. സെക്കൻഡ് വൺ, ഇൻക്രീസ് ദ പേഴ്സണൽ വെൽത്ത്. ഓരോ ഇൻഡിവിജ്വലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഓരോ ഇൻഡിവിജ്വൽസിനും അതിൽ നിന്ന് ഗെയിൻ വരികയാണെങ്കിൽ അവരുടെ ഇൻകം, പേഴ്സണൽ ഇൻകം കൂടി ഡെവലപ്പ് ചെയ്യുകയാണ്. ക്വൈറ്റ് നാച്ചുറൽ, ഇറ്റ് സീക്സ് ടു ഡെവലപ്പ് ഓർ ടു ഇൻക്രീസ് ദി ഡെവലപ്മെൻറ്റ് ഓഫ് എക്കണോമി ആൻഡ് നാഷൻ. നമ്മുടെ എക്കണോമിയും നമ്മുടെ നാഷനും സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഡെവലപ്പ് ചെയ്യുകയാണ്. ഒരു ക്യാപിറ്റൽ ഫോർമേഷൻ ഉണ്ട്, ഒരു പേഴ്സണൽ വെൽത്ത് ഉണ്ട്, ഒരു കോർപ്പറേറ്റ് ഡെവലപ്മെൻറ്റ് ഉണ്ട്, ഓട്ടോമാറ്റിക്കലി ക്വൈറ്റ് നാച്ചുറൽ ടോട്ടൽ നാഷൻ ഡെവലപ്മെൻറ്റ് കൂടി സ്റ്റോക്ക് മാർക്കറ്റ് വഴി ഉണ്ട്. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് വൺ. ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ 6 Ws ഡിസ്കസ് ചെയ്തു. ഹൗ എന്നുള്ളൊരു ചോദ്യം അവിടെ ബാക്കിയാണ്. അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഒരു തവണ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായവർ ഈ കൂട്ടത്തിലുണ്ടാകും. ചിലപ്പോൾ 2 or 3 തവണ കേൾക്കേണ്ട ആവശ്യമുള്ളവരും ഉണ്ടാകും. സോ നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് സ്വയം മനസ്സിലാക്കാൻ യു ജസ്റ്റ് ആസ്ക് വാട്ട്, വെൻ, വേർ, വിച്ച്, ഹൂ ആൻഡ് വൈ. ഈ ക്വസ്റ്റ്യൻസ് നിങ്ങളോട് തന്നെ ചോദിച്ചു നോക്കുക. അതിലൂടെ സ്റ്റോക്ക് മാർക്കറ്റിനെ
മനസ്സിലാക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ക്ലാസ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.